പുകവലിക്കുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇവരിലുണ്ടാകുന്ന ചില പരോക്ഷമായ പ്രശ്നങ്ങൾ, ചെറുപ്പത്തിൽ തന്നെ ശ്വാസകോശത്തിൻ്റെ കാര്യശേഷി കുറയുക, പക്ഷാഘാതം, പ്രമേഹം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുക, മാനസിക വിധേയത്വം, സാമ്പത്തിക തകർച്ച എന്നിവയെക്കുറിച്ച് നാം ആഴത്തിൽ ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ പുകവലിക്കുന്ന വ്യക്തികൾക്ക് ചുറ്റുമുള്ള പുകവലിക്കാത്ത വ്യക്തികൾ, സ്ത്രീകൾ, നവജാത ശിശുക്കൾ, ഗർഭിണികൾ, കുട്ടികൾ, ഇവർക്കെല്ലാം അനവധി ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവയുടെ സാമൂഹിക പ്രസക്തിയിലേക്ക് വിരൽ ചൂണ്ടുന്ന 3 സന്ദർഭങ്ങളാണ് നാം ഇവിടെ കാണുവാൻ പോകുന്നത്. എൻ്റെ പേര് രാമേന്ദ്രൻ. ഒരു ബാങ്കിൽ സെക്യൂരിറ്റിമാനായിരുന്നു. അതിരാവിലെ മുതൽ പാതിരാത്രി വരെ നീളുന്നതും മടുപ്പുളവാക്കുന്നതുമായ ജോലിയായിരുന്നു എൻ്റേത്. ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റിലും ജോലി ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണേലും തരക്കേടില്ലാത്ത ശമ്പളമായിരുന്നു എൻ്റേത്. അതുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും കുടുംബകാര്യങ്ങൾ അല്ലലില്ലാതെ നടത്തിക്കൊണ്ടു പോകാനും എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ ജോലി തുടർന്നു. കന്നുകാലി വളർത്തലിൽ നിന്ന് ഭാര്യയ്ക്ക് കുഴപ്പമില്ലാത്തൊരു വരുമാനം കിട്ടിയതുകൊണ്ട് വീട്ടുചെലവുകൾക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു കുടുംബജീവിതം നയിക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്ന് എല്ലാ സന്തോഷങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ട് എൻ്റെ നെഞ്ചിന് അസുഖം ബാധിച്ചു. സരസ്വതി, വാ ഇരിക്കും. ഇതെന്താ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്? നീ ഇന്ന് തൊഴിലുറപ്പ് ജോലിക്ക് വരുന്നില്ലേ? ഇല്ല, ഞാൻ ആകെ പ്രശ്നത്തിലാ സരസ്വതി. ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. എന്തു പറ്റി? ചന്ദ്രേട്ടൻ്റെ അസുഖം നിനക്കറിയാവല്ലോ. ദിവസം കഴിയും തോറും വഷളാവുന്നതല്ലാതെ യാതൊരു കുറവും കാണുന്നില്ല. ഒന്ന് കക്കൂസി പോകാൻ പോലും എൻ്റെ സഹായം വേണം. മോക്കതൊക്കെ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് മുഴുവൻ സമയവും ഞാൻ വീട്ടിൽ തന്നെയാ, പുറത്തിറങ്ങാറേ ഇല്ല. ഹായ് ചേച്ചി. ഈ മാർച്ചിൽ ഇവക്ക് 23 വയസ്സാവും. കല്യാണാലോചനകൾ ഓരോന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബ്രോക്കർ അച്യുതൻ നല്ലൊരു ബന്ധം കൊണ്ടുവന്നിരുന്നു. നല്ല ബന്ധമാണെങ്കിൽ നീ അതങ്ങ് ഉറപ്പിക്കേ. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യാനാ സരസ്വതി? ഉള്ള വരുമാനം ചന്ദ്രേട്ടന്റെ മരുന്നിന് പോലും തികയുന്നില്ല. ഒരു ദിവസത്തെ മരുന്നിന് തന്നെ വലിയ തുകയാകും. എന്നാ പിന്നെ ജോലിക്ക് പോകാന്ന് വെച്ചാ അതിനും സാധിക്കുന്നില്ല. ഈ തയ്യൽ മെഷീൻ ഉള്ളതുകൊണ്ടാ വീട്ടിലെ കാര്യങ്ങൾ ഒരുവിധം നടന്നു പോകുന്നത്. മോൻ +2 കഴിഞ്ഞു. അവന് നല്ല മാർക്കുണ്ട്. അവനെ എങ്ങനെ കോളേജിൽ അയക്കുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴാ. വിഷമിക്കാതെ ജാനകി, ഒക്കെ ശരിയാവും. അല്ല, ചന്ദ്രേട്ടന് കുറച്ചു മാസം മുമ്പ് വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ? ശരിയാ, വളരെ പെട്ടെന്നാ ഇങ്ങനെയൊക്കെ ആയത്. കള്ളുകുടിയോ മറ്റു ദുശ്ശീലങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ദിവസം ഓരോ കെട്ട് ബീഡി വലിക്കും. അതും തികച്ചു വലിക്കില്ല. ഡോക്ടർ പറഞ്ഞത് ബീഡി വലിച്ചതുകൊണ്ടാ ചന്ദ്രേട്ടന് ഈ രോഗം വന്നതെന്ന്. ബീഡി വലിച്ചതുകൊണ്ടോ? ആ, രോഗം വരാൻ ഒരുപാട് ബീഡിയൊന്നും വലിക്കണമെന്നില്ലത്രേ. കുറച്ചു വലിക്കുന്നവരിലും ഈ മാരകമായ രോഗം വരുമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി സരസ്വതി. വിഷമിക്കാ ജാനേച്ചി, ദൈവം സഹായിച്ച് എല്ലാം നേരെയാകും. ചന്ദ്രേട്ടന്റെ രോഗമൊക്കെ ഭേദമാകും. ജാനകി, കുറച്ച് വെള്ളം. ദാ വരുന്നു. എന്നാ പിന്നെ ചേച്ചി അങ്ങോട്ടില്ലേ, പണിക്ക് പോവാൻ സമയമായി. ഞാൻ പോവാം. ശരി. ജാനകി, അടുത്ത ആഴ്ചയല്ലേ ഇനി കീമോയ്ക്ക് പോകേണ്ടത്. എനിക്കിനി കീമോ ഒന്നും ചെയ്യണ്ട. വെറുതെ എന്തിനാ കാശ് കളയുന്നത്? വെറുതെ അതും ഇതും ആലോചിക്കാതെ വിഷമിക്കാതിരിക്കെ. ദൈവം നമ്മളെ കൈവിടില്ല.
ഈശ്വര, ഇനി ഈ താലിമാലയും കൂടിയേ ഇവിടെ വെക്കാനുള്ളൂ. വർഷങ്ങളായുള്ള പുകവലി കാരണമാണ് എൻ്റെ നെഞ്ചിന് അസുഖം ബാധിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ അത്ര വലിയ പുകവലിക്കാരനൊന്നുമല്ല. ഒരു ദിവസം ഒരു പാക്കറ്റ് ബീഡിയിൽ താഴെ. എന്നിട്ടും എനിക്ക് ആ അസുഖം പിടിവിട്ടു. ജോലി ചെയ്യാൻ വയ്യാതായി. പുകവലി മൂലം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായതും രോഗിയായതും ഞാനാണെങ്കിലും അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് എൻ്റെ ഭാര്യയും മകളുമാണ്. ഞാനായിരുന്നു അവരുടെ ഏക പ്രതീക്ഷ. എന്നാൽ ഇപ്പോൾ അവരെന്നെ ശുശ്രൂഷിക്കേണ്ടി വന്നിരിക്കുന്നു. കുടുംബത്തിൻ്റെ ഭാവിക്കായി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും ആശുപത്രി ചെലവുകൾക്കായി ചെലവാക്കി. ഇനിയുള്ള കാലം എൻ്റെ ഭാര്യയും മകളും എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിക്കുമ്പോൾ പുകവലി എനിക്കൊരു ഹരമായിരുന്നു. ഉല്ലാസത്തിനും ടെൻഷൻ അകറ്റാനും ഞാൻ നിരന്തരം പുകവലിച്ചിരുന്നു. പുകവലി ഉപേക്ഷിക്കാൻ ഭാര്യയും മക്കളും പലതവണ എന്നോട് ഉപദേശിച്ചു. പക്ഷെ ഞാനതൊന്നും ചെവിക്കൊണ്ടില്ല. അപ്പോഴൊക്കെ എന്റെ ചിന്ത, ഞാനൊരു കള്ളുകുടിയനോ ചീട്ടുകളിക്കാരനോ ഒന്നുമല്ല, സിഗരറ്റ് വലിക്കുന്നതല്ലേ ഉള്ളൂന്നാ. സത്യത്തിൽ ഞാൻ എന്റെ കുടുംബത്തിന്റെ ജീവൻ കൊണ്ട് പന്താടുകയായിരുന്നു. രേണുകയുടെ ആളുണ്ടോ? രേണുക, ദേ ഈ ഇഞ്ചക്ഷൻ ഒന്ന് പുറത്തുനിന്ന് വാങ്ങണം. ശരി. മാലതി ആരാ? വരൂ. ഓക്കെ, നമുക്ക് ബ്ലഡും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ശരി ഡോക്ടർ, വരൂ. മുരളീധരൻ, മാലതിയുടെ എക്കോ റിപ്പോർട്ട് ഞാൻ പരിശോധിച്ചു. റിസൾട്ടിൽ ചില കുഴപ്പങ്ങൾ കാണുന്നുണ്ട്. രക്തധമനിയിൽ ഒരിടത്ത് ബ്ലോക്കുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ആൻജിയോഗ്രാം വേണ്ടിവരും. ആൻജിയോഗ്രാമോ? അതെ, സർജറി ഒട്ടും വൈകരുത്. വൈകും തോറും അത് അപകടമാണ്. ഡോക്ടർ, അവൾക്ക് ഇങ്ങനെ ഒരു അസുഖം എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഡോക്ടർ. അവൾക്ക് ഇങ്ങനെ ഒരു അസുഖം വരാൻ യാതൊരു സാധ്യതയുമില്ല ഡോക്ടർ. ആരോഗ്യകാര്യങ്ങൾ അവൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചിരുന്നു. കൂടെ അസുഖങ്ങളോ മറ്റാരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ പ്രായത്തിലെ പെണ്ണുങ്ങളുടേതുപോലെ അമിതവണ്ണവുമില്ല. പിന്നെങ്ങനെയാ ഡോക്ടർ മാലതിക്ക് ഇങ്ങനെ? എനിക്കാണിത് വന്നതെങ്കിൽ മനസ്സിലാക്കാം. ഒരുപാട് ടെൻഷനുള്ള ഡ്രൈവറുടെ ജോലിയാണ് എൻ്റേത്. പലപ്പോഴും കൃത്യസമയത്ത് ആഹാരം പോലും കഴിക്കാൻ പറ്റാറില്ല. മാത്രവുമല്ല, ഞാൻ നന്നായിട്ട് പുകവലിക്കാറുമുണ്ട്. പക്ഷേ മാലതി... അപ്പോ നിങ്ങൾ പുകവലിക്കാറുണ്ടല്ലേ? ആ. വീട്ടിനകത്ത് വെച്ച് വലിക്കാറുണ്ടോ? അത് പിന്നെ ജോലി കഴിഞ്ഞു വന്ന് വലിക്കും. അത് അവളുടെ മുമ്പിൽ വെച്ച് ഞാൻ വലിക്കാറില്ല. അവൾക്കതിന്റെ മണം ഒട്ടും ഇഷ്ടമല്ല. മിസ്റ്റർ മുരളീധരൻ, നിങ്ങളെപ്പോലുള്ള പുകവലിക്കാർക്ക് അറിയാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക കാഴ്ചയിൽ നിന്നും മറഞ്ഞാലും അതിലടങ്ങിയിരിക്കുന്ന വിഷാംശം മണിക്കൂറുകളോളം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. പുകവലിക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് കയറിയാൽ സിഗരറ്റിന്റെ മണം പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇങ്ങനെ തങ്ങി നിൽക്കുന്ന വിഷാംശം പുക വലിക്കാത്തവരെ പോലും രോഗികളാക്കുന്നു. നിങ്ങൾ പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വസിച്ചത് മൂലമാവാം നിങ്ങളുടെ ഭാര്യ രോഗിയായത്. അതുകൊണ്ട് സർജറി കഴിഞ്ഞ് ഭാര്യ വീട്ടിലെത്തിയാൽ നിർബന്ധമായി നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഇനിയൊരിക്കലും വീട്ടിനകത്ത് പുക വലിക്കില്ല. നീ എത്തിയോ? ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിരുന്നു പോയി. എന്റെ പൊന്നു മുരളിച്ചേട്ടാ, ഞാൻ അതിരാവിലെ ഇറങ്ങിയതാ. ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്ക്, അതാ ലേറ്റായത്. ഓപ്പറേഷൻ നേരത്തെ തുടങ്ങിയോ?
അതെ. ചേട്ടൻ വിഷമിക്കാതെ. അരുതാത്ത ഒന്നും സംഭവിക്കില്ല. എല്ലാം നന്നായിട്ട് വരുമെന്ന എൻ്റെ മനസ്സ് പറയുന്നേ. ഹലോ, ആ മോനെ, നിങ്ങൾ ബസ്സിലാണോ? ഇല്ല, സർജറി കുറച്ച് സമയം കൂടി എടുക്കും. നിങ്ങൾ എത്താറായോ? ആ ശരി ശരി. മക്കളാ, അവരാകെ പേടിച്ചിരിക്കുക. ശരിയാ, എത്ര പെട്ടെന്ന് ഇങ്ങനൊക്കെ ആലോചിക്കാൻ പോലും സമയം കിട്ടിയില്ല. വാ മുരളിച്ചേട്ടാ, നമുക്ക് പുറത്തു പോയി 2 പുകയെടുക്കാം. ആ ടെൻഷൻ അങ്ങ് മാറട്ടെന്നേ. വേണ്ട, ഈ സമയത്ത് ഞാൻ എങ്ങനെയാ പുകവലിക്കുക? എന്റെ പുകവലി കാരണമല്ലേ അവളിങ്ങനെ ആയത്. എന്റെ മക്കളോട് ഞാൻ എന്താ പറയുക? എങ്ങനെയാ ഞാൻ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക? ചേട്ടൻ വിഷമിക്കാതെ. ഇത്രയും കാലം ഞാൻ നിർത്താതെ പുകവലിക്കുകയായിരുന്നു. എന്റെ സുഖത്തിനു വേണ്ടി, എന്റെ ടെൻഷൻ കുറയ്ക്കാൻ, ആഘോഷിക്കാൻ. എനിക്കെന്തെങ്കിലും അസുഖം വന്നാൽ അപ്പോൾ പുകവലി നിർത്താമെന്നായിരുന്നു എന്റെ വിചാരം. പക്ഷെ എന്റെ നശിച്ച പുകവലി കാരണം പാവം അവൾക്കാണ്. എന്റെ പുകവലിയാണ് അവളെ രോഗിയാക്കിയത്. പുകവലി പുക ഇത്രയും വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ അവസ്ഥ നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ. ഓർക്കുക, വീട്ടിനുള്ളിലെ നിങ്ങളുടെ പുകവലി നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം നശിപ്പിക്കും. ഞാനൊരു ചെയിൻ സ്മോക്കറാണ്. വീടെന്നോ ഓഫീസെന്നോ പബ്ലിക് സ്പേസെന്നോ വ്യത്യാസമില്ലാതെ പുകവലിക്കുന്ന ശീലമായിരുന്നു എൻ്റേത്. എൻ്റെ പുകവലി മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്നോ അവർ എന്ത് ധരിക്കുമെന്നോ ഞാൻ ചിന്തിച്ചിരുന്നില്ല. മോളെ ഗൗരി, എന്തു പറ്റി മോളെ? ചെവി വേദനിക്കുന്നമ്മ. എന്താ മോളെ? നോക്കട്ടെ, എന്താ പറ്റിയേ? ചെവിയോ? എവിടെ എവിടെ എവിടെ? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. എവിടെ? ഇത് എത്ര നാളായി ഇങ്ങനെ? കരയാതെ മോളെ. മോൾക്ക് എപ്പോഴും ഓരോ അസുഖമാണല്ലോ. ഈ വർഷം തന്നെ എത്ര തവണയാ പനിയും കഫക്കെട്ടും വന്നത്. ദേ ഇപ്പൊ ചെവി വേദനയും. സാരമില്ല കേട്ടോ. മോളുടെ ചെവിയിലെ വേദന എടുത്ത് കാക്കി കൊടുക്കട്ടെ. 2 ചെവിയിലെ വേദന ഇങ്ങനെ എടുത്ത് ഹൂന്നിങ്ങനെ പോയോ? ഇപ്പൊ എങ്ങനെയുണ്ട് വേദന? മോളെ ഒന്ന് കുടിച്ചേ. വേണ്ട 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 വേണ്ട. എത്ര നാളായി ഗൗരി നേരവണ്ണം സ്കൂളിൽ പോയിട്ട്? പരീക്ഷ ഇങ്ങ് അടുത്ത് വരികയല്ലേ. പഠനമൊക്കെ പ്രശ്നമായിരിക്കാണ്. ഇങ്ങനെ പോയാ ഇവളെങ്ങാനും തോറ്റു പോകുമോന്ന് എന്റെ പേടി. എന്റെ ഗൗരിക്കുട്ടി തോക്കൊന്നുമില്ല. എല്ലാ വിഷയത്തിനും ഫസ്റ്റ് മേടിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ ട്യൂഷന് പോവും. അല്ലേ മോളെ? എന്തായാലും നാളെ ഡോക്ടർ ജയലക്ഷ്മിയെ കാണണം. നിന്റെ ചെക്കപ്പിന് സമയമായല്ലോ. ആ കൂട്ടത്തിൽ ഇവിടെയും കാണിക്കാം. എന്തെങ്കിലും മരുന്നോ ടോണിക്കോ കൊടുത്താൽ എൻ്റെ മോൾ ഉഷാറായിക്കോളും. നീ വല്ലാതെ ചുമക്കുണ്ടല്ലോ. നാളെ ഡോക്ടറെ കാണുമ്പോൾ പറയാൻ മറക്കണ്ട. People were gliding on soft silent kiss and up above the sun shone from a wide dome of blue. Barbie gazed at the distant slope prepared with people were gliding on soft silent kiss and up above the sun shone ആലീസോ? Hi Jinsi. ആ ജിൻസി, സ്കൂളിൽ എന്തൊക്കെയുണ്ട് വിശേഷം? Fine Andy. ഇരിക്കൂ. ഇരിക്കുന്നില്ല, ഇത്തിരി തിരക്കുണ്ട്. ഇവളെ സ്കൂളിൽ വിട്ടിട്ട് വേണം മാർക്കറ്റിൽ പോവാൻ. Jinsi, വാ.
ഇത് ഗൗരിയുടെ പ്രോഗ്രസ് കാർഡ്. ടീച്ചർ ഇന്നലെ തന്നുവിട്ടതാ. ഗൗരിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾക്ക് ഇന്നലെ രാത്രി ഭയങ്കര ചെവിവേദനയായിരുന്നു. കുറച്ചു ദിവസമായി അവൾക്ക് ഓരോരോ അസുഖങ്ങളാ. രാത്രിയിലൊന്നും അവൾ ഉറങ്ങാറേയില്ല. ഇന്നിപ്പോ ഉച്ച കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണം. ഈ വർഷം ഇവൾക്ക് അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടല്ലേ? മോളെ പോ മോളെ. ഗൗരിക്കുട്ടി പോട്ടെ. ബൈ ആൻഡി. ടാറ്റാ ടാറ്റാ. കുഴപ്പങ്ങളൊന്നുമില്ല. കുഞ്ഞിന്റെ പൊസിഷനൊക്കെ കറക്റ്റാണ്. BP നോർമലാണ്. പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണിത്. കണ്ടിട്ട് പാർവതി നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇത്തിരി മടി കാണിക്കുന്നുണ്ട് ഡോക്ടർ. നിർബന്ധിച്ചാലേ എന്തെങ്കിലും കഴിക്കൂ. അങ്ങനെ പോരാ, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ഇലക്കറികളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ശരി ഡോക്ടർ. മോള് ചുമയ്ക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി കുഞ്ഞിന്? മോളെയും കൂടി കാണിക്കാനാ വന്നത്. ഞാനും മോളും കുറെ നാളെ ഡോക്ടർ ഈ ചുമ കൊണ്ട് കഷ്ടപ്പെടുന്നു. ഇന്നലെ രാത്രി ചെവിവേദന കാരണം ഇവൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല. മോളിങ് വരൂ, നോക്കട്ടെ, വാ. കുട്ടികൾക്ക് വിട്ടുമാറാത്ത ചുമയും ശ്വാസമുട്ടലും ഒക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം. വീട്ടിലെ സ്കൂളിലൊക്കെ പുകയും പൊടിയൊക്കെയുള്ള അന്തരീക്ഷമാണോ? അല്ല ഡോക്ടർ. നിങ്ങൾ പുകവലിക്കാറുണ്ടോ? വീടിനകത്ത് പുകവലിക്കാറുണ്ടോ? അധികമൊന്നുമില്ല ഡോക്ടർ. ദിവസം 4-5. അത്രയൊന്നും അല്ല ഡോക്ടർ. ചില ദിവസങ്ങളിൽ ഒരുപാട് വലിക്കാറുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ TV-യിൽ ക്രിക്കറ്റ് കളി കാണുമ്പോ എത്ര എണ്ണം വലിക്കാറ്? നിങ്ങളുടെ ഭാര്യയുടെയും മകളുടെയും അസുഖത്തിന് പ്രധാന കാരണം നിങ്ങളുടെ പുകവലിയാണ്. പുകവലിക്കുമ്പോൾ നമ്മൾ കാണുന്ന പുക മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. പുകയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ അത് അന്തരീക്ഷത്തിൽ മണിക്കൂറുകളോളം തങ്ങി നിൽക്കും. ഇത് ഉള്ളിലെത്തുന്നത് കുട്ടികളിലും വലിയവരിലും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പുകവലിക്കുന്നോണ്ട് എനിക്ക് മാത്രമേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ എന്നാ ഞാൻ വിചാരിച്ചത്. നോ, അതൊരു തെറ്റായ ധാരണയാണ്. വീട്ടിനകത്ത് നിങ്ങളുടെ പുകവലിയാണ് മകളുടെ ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നത്തിന് പ്രധാന കാരണം. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വീട്ടിനകത്ത് വെച്ച് പുകവലിക്കരുതെന്ന് ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഡോക്ടർ. എന്റെ പുകവലി ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഡോക്ടർ. സെക്കൻഡ് ഹാൻഡ് സ്മോക്കിങ്ങിനെ പറ്റി നിങ്ങൾക്കിതുവരെ യാതൊരു ധാരണയില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഈ അറിവില്ലായ്മ നിങ്ങളെപ്പോലെ പലരെയും രോഗികളാക്കി മാറ്റുന്നുണ്ട്. ഇപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി എന്താ നിങ്ങളുടെ തീരുമാനം? ഞാനിനി വീട്ടിനകത്ത് പുകവലിക്കില്ല ഡോക്ടർ. ഭാര്യയുടെയും മകളുടെയും അടുത്ത് വെച്ച് പുകവലിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. ഡോക്ടർ ആൻഡി, വീട്ടിനകത്ത് എപ്പോഴും ഒരു ബാഡ് സ്മെല്ലാണ്. ഈ മണം കാരണം ഭക്ഷണത്തിനോട് ഇവക്ക് എപ്പോഴും വിരക്തിയാണോ ഡോക്ടർ? ഇല്ല ഡോക്ടർ, ഞാനിനി ഒരിക്കലും വീട്ടിനകത്ത് വെച്ച് പുകവലിക്കില്ല. എന്റെ സുഹൃത്തുക്കളെയും ഞാൻ അതിന് അനുവദിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം ഇത് തന്നെയായിരിക്കും. പിന്നെ ചുമയ്ക്കുള്ള മരുന്നും ചെവിവേദനയ്ക്കുള്ള ഡ്രോപ്സും ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. ഇവരുടെ അടുത്ത് നിന്ന് പുകവലിക്കാതിരിക്കുന്നതോടെ ഇവരുടെ ചുമയൊക്കെ താനെ മാറിക്കോളും. പിന്നെ ഗൗരിക്കുട്ടിയുടെ വിശപ്പൊക്കെ കൂടി വരും. അല്ലേ ഗൗരിക്കുട്ടി? മോളെ എന്താ ഇത്? ആർക്കാ ഫസ്റ്റ്? മോൾക്കാണോ ഫസ്റ്റ്? ആണോ? നോക്കട്ടെ. ഇപ്പോൾ ഞാൻ വീട്ടിനകത്ത് പുകവലിക്കാറില്ല. ഇത് എന്റെ കുടുംബത്തിന്റെ നല്ല ഭാവിക്കായി ഞാൻ എടുത്ത ഉറച്ച തീരുമാനമാണ്.